ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചു. ഓരോ ദുസ്വഭാവങ്ങൾ ഓരോ സാഹചര്യങ്ങളിൽ ഓരോരുത്തരുടെ മേൽ വന്നു കയറി വിടുവിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു രക്ഷകനെ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുകയുണ്ടായി. എൻ്റെ കയ്യിൽ ഒരു ബൈബിളുണ്ട്. ഈ ബൈബിളിനെ പൊതുവെ വിളിക്കുന്നത് എ മാനുവൽ ഫോർ ദ ഹ്യൂമൻ ബീയിങ്, മനുഷ്യവർഗത്തിനു വേണ്ടി ദൈവം തന്ന ഒരു മാനുവൽ എന്ന. എൻ്റെ വലത്തെ കയ്യിൽ ഞാനൊരു പേന ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഉദ്ദേശം 10 രൂപ വിലയുള്ള ഒരു പേനയായത്. ഈ പേന 10 രൂപ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ മാനുവൽ ഒന്നും കിട്ടിയതായി ഓർമ്മയില്ല. 10 രൂപയുടെ പേനയ്ക്ക് ആരാ മാനുവൽ പ്രിൻ്റ് ചെയ്യുന്നത്? എൻ്റെ ഇടത്തെ കയ്യിലിരിക്കുന്നത് ഒരു മൈക്രോഫോണാണ്. ഉദ്ദേശം 2000 രൂപ ഇതിന് വിലയുണ്ട്. ഇത് വാങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മാനുവൽ ഉണ്ടായിരുന്നു. വിലപ്പിടിപ്പുള്ള എന്തിൻ്റെയും കൂടെ അതിനെ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ കഴിയുന്നത് എങ്ങനെ എന്ന് കാണിക്കുന്ന ഒരു മാനുവൽ ഉണ്ടായിരിക്കും. മനുഷ്യവർഗത്തെപ്പോലെ വിലപ്പിടിപ്പുള്ളത് ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. മറ്റൊന്നിനുമില്ലാത്ത ഒരു ഘടകം മനുഷ്യനുണ്ട്. ദേഹം, ദേഹി, ആത്മാവ് എന്ന 3 ഘടകങ്ങൾ ചേർത്താണ് ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇതിൽ ആത്മാവെന്ന ഘടകം മറ്റേതിനേക്കാളും വിലപ്പിടിപ്പുള്ളതാകയാൽ അതിന് ഒരു മാനുവൽ ഇല്ലെങ്കിൽ പിന്നെ എന്തിന് മാനുവൽ ഉണ്ടാക്കണം? മനുഷ്യന് വേണ്ടി ദൈവം തന്ന ഒരു ദൈവിക മാനുവലാണ് ബൈബിൾ. മനുഷ്യന് ഒരാത്മാവുണ്ട്, ഇതര ജീവികൾക്ക് അതില്ല. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഒരു ഉദാഹരണത്തിന് വേണ്ടി ഇതേ ആശയം തൊട്ടിരുന്നു. ഒരു കാക്ക 100 വർഷത്തിന് മുമ്പ് ഒരു കൂടുണ്ടാക്കിയതിൽ നിന്ന് ഒരു വ്യത്യാസവുമില്ലാത്ത കൂട് ഇന്നും ഉണ്ടാക്കുന്നു. ഒരു ഒട്ടകം പണ്ട് സഞ്ചരിച്ചിരുന്ന അതേ ശൈലിയിൽ അത് ഇന്നും നടക്കും. അതിന് നടപ്പിൻ്റെ ശൈലി മാറത്തില്ല. ഒരു കാള പണ്ട് ചെയ്തതൊക്കെ ഇന്നും ചെയ്യും, ഉപരി ഒന്നും ചെയ്യത്തില്ല. അതിൻ്റെ ഒന്നിൻ്റെയും ജീവിതത്തിൽ പരിഷ്കാരമില്ല, അതിൻ്റെ ഒന്നിൻ്റെയും ജീവിതത്തിൽ ഉയർച്ചയില്ല. പണ്ടത്തേതുപോലെ ഇന്നും കിടക്കും. അടുത്ത 500 വർഷം കൂടെ ഉണ്ടെങ്കിലും അത് അങ്ങനെ തന്നെ ഇരിക്കും. മനുഷ്യന് 5 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന സ്ഥിതിയല്ല ഇന്നത്തേത്. നിങ്ങളുടെ മാതാപിതാക്കൾ ചെയ്യുന്ന പലതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാറില്ല. ജനറേഷൻ ഗ്യാപ്പ് എന്ന് നിങ്ങളതിനെ വിളിക്കും. എൻ്റെ പ്രായത്തിലുള്ളവർ പറയുന്നത് എൻ്റെ മുൻപിലിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടാറില്ല. ജനറേഷൻ ഗ്യാപ്പ്. കാര്യം, ഒരു തലമുറ കൊണ്ട്, ചില വർഷങ്ങൾ കൊണ്ട് മനുഷ്യൻ ഉയർന്നു കഴിഞ്ഞു. പശു, കാക്ക, ഒട്ടകം ഉയരാത്ത ഇടത്ത് മനുഷ്യൻ എന്തുകൊണ്ട് ഉയർന്നു? ആ ഇതര ജീവികൾ ഇല്ലാത്ത ഒരു ഘടകം ദൈവം മനുഷ്യനിൽ സൃഷ്ടിച്ചു. സൃഷ്ടികളുടെ മകുടമായി ദൈവം മനുഷ്യനെ ചമച്ചു. ദൈവത്തിൻ്റെ പ്രതിനിധി എന്ന വണ്ണം ഈ മണ്ണിൽ ഭരിച്ചു വാഴേണ്ടതിന് ദൈവം സൃഷ്ടിച്ച ദൈവ മനുഷ്യനിൽ ദൈവത്തിൻ്റെ ഭാഗമായ ആത്മാവ് എന്നൊന്നിനെ വെച്ചു കൊടുത്തു. ആകയാൽ മനുഷ്യൻ പ്രപഞ്ചത്തിൻ്റെ ചക്രവർത്തിയായി, മനുഷ്യൻ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉന്നത ജീവിയായി. ആ ഉന്നത ജീവിയുടെ ആവശ്യത്തിന് വേണ്ടി ഒരു ബൈബിൾ എന്ന മാനുവൽ ദൈവം എഴുതി തന്നു. യുഗങ്ങളും നൂറ്റാണ്ടുകളും ഈ പുസ്തകത്തിന് എതിരെ ആളുകൾ എഴുന്നേറ്റെങ്കിലും അവരുടെയൊക്കെയും ചുറ്റിക തിരുവചനമെന്ന അടകല്ലിൽ അടിച്ച് ചതഞ്ഞതല്ലാതെ തിരുവചനത്തിന് കേടുവരുത്തുവാൻ അവരെ കൊണ്ട് കഴിയാതെ പോയി. വാൾട്ടയർ എന്ന ചിന്തകൻ ഏതാണ്ട് ചില നൂറ്റാണ്ടുകൾക്ക് മുന്നമേ ഒരു പരസ്യ പ്രഖ്യാപനം നടത്തി. ഈ തലമുറ കഴിയുന്നതോടെ ബൈബിളിൻ്റെ ഒടുവിലത്തെ പ്രതികൾ വല്ല പുരാവസ്തു ഗവേഷണശാലകളിലും കണ്ടെങ്കിലായി, ഇല്ലെങ്കിൽ അത് ഇല്ലാതെ പോകും. തലമുറ കഴിയുന്നതിന് മുന്നമേ, വാൾട്ടയറിൻ്റെ ജീവിതം തീരുന്നതിന് മുന്നമേ കടം കയറി നശിച്ച വാൾട്ടയർ അദ്ദേഹത്തിൻ്റെ വീടും പുരയിടവും ഒരു ബൈബിൾ സൊസൈറ്റിക്ക് വിൽക്കേണ്ടി വന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ഹൂങ്കാരപ്രതാപങ്ങളെ ദൈവം തൻ്റെ മുമ്പിൽ ന്യായം വിധിക്കുകയും തൻ്റെ മരണസമയം ഭൂമിയിൽ കാണപ്പെട്ട ഏറ്റവും വലിയ ബൈബിൾ ഡിപ്പോ ആയി തൻ്റെ വീട് മാറുകയും ചെയ്തു. നൂറ്റാണ്ടുകൾ മാറുന്നതിനൊത്തവണ്ണം പുത്തൻ ഭാഷകളിലേക്ക് ഇതിനെ തർജ്ജമം ചെയ്ത് മാറ്റുവാൻ ദൈവത്തിന് തിരിഹിതമായി. എൻ്റെയും നിങ്ങളുടെയും റീച്ചിൽ ഇത് കൊണ്ടുതരുവാൻ ദൈവത്തിന് തിരിഹിതമായി. കാര്യം, നാം നന്നായി ജീവിക്കുവാൻ ദൈവം നമുക്ക് തന്ന ഒരു ആയുസ് പ്രയോജനപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിച്ചു. ഇത് ഒരു മാനുവലാണോ? ഡോക്ടർ കെ മുരളി ചില വർഷങ്ങൾക്ക് മുന്നമേ, മെഡിക്കൽ ഡോക്ടറായിരിക്കുന്ന ഡോക്ടർ കെ മുരളി ചില വർഷങ്ങൾക്ക് മുന്നമേ ഇതേ ചർച്ചിൽ നിന്നുകൊണ്ട് പറഞ്ഞ ഒരു പ്രസ്താവന ഞാൻ അദ്ദേഹത്തിന് പകരം ആവർത്തിക്കട്ടെ. ഡോക്ടർ കെ മുരളീധരൻ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഏറെക്കുറെ 1 നൂറ്റാണ്ടിന് പുറകിൽ മനുഷ്യവർഗത്തെ കാർന്നു തിന്ന ഒരു രോഗമുണ്ടായിരുന്നു. നാം അതിനെ ഓമനപ്പേരിട്ട് പ്ലേഗ് എന്ന് വിളിച്ചു. ശാസ്ത്രലോകം അതിനെ ദ ബ്ലാക്ക് കില്ലർ, കരിങ്കൊലയാളി എന്ന് വിളിച്ചു. കാരണം അന്നത്തെ കരിങ്കൊലയാളി അവനായിരുന്നു. പ്ലേഗ് രോഗത്തിനെതിരെ ഇന്ന് ഇതിനകത്തിരിക്കുന്ന പലർക്കും അറിയാം, എലിയുടെ ചെള്ളിൽ നിന്ന് പകരുന്ന ഒരു രോഗമാണ് പോലും പ്ലേഗ്. അന്നത്തെ ബ്ലാക്ക് കില്ലർ അഥവാ കരിങ്കൊലയാളി അതായിരുന്നു. അതിൽ നിന്നൊരു വിമോചനത്തിന് വേണ്ടി പ്രതിരോധ മാർഗം തേടിക്കൊണ്ട് ലോകം മില്യൺസ് ആൻഡ് മില്യൺസ് ഡോളർ അതിൻ്റെ മുമ്പിൽ ചെലവഴിച്ചു. ലക്ഷക്കണക്കിന്
ആളുകൾ അതിൻ്റെ മുമ്പിൽ ആഗ്രഹിച്ചു. 10,000-കണക്കിന് ശാസ്ത്രജ്ഞന്മാർ അധ്വാനിച്ചു. നാളുകൾ കഴിയും തോറും പ്ലേഗ് വർദ്ധിച്ചതല്ലാതെ പ്ലേഗ് കുറഞ്ഞില്ല. അങ്ങനെ ഇരിക്കെയാണ് ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞൻ ഒരു ക്രിസ്ത്യൻ ഡോക്ടറോട് ഒരു ചോദ്യം ചോദിച്ചു. ഈ ബൈബിൾ മനുഷ്യന്റെ മാനുവലാണ് എങ്കിൽ ഈ രോഗത്തിന്, ഇന്നത്തെ ബ്ലാക്ക് കില്ലറിന് ഒരു പ്രതിവിധി ബൈബിളിൽ എന്ത് എന്ന് പറഞ്ഞു തരാമോ? തൽക്കാലത്തേക്ക് ഒരൊറ്റ വാക്കിന്റെ മുമ്പിൽ തന്നെ തകർക്കുമെന്ന് കരുതി സഹപ്രവർത്തകരായിരുന്ന 2 വ്യക്തികളിൽ ഒരുവൻ അവരുടെ മേൽ എടുത്തിട്ടൊരു ചോദ്യചിഹ്നമായിരുന്നത്. ആ ക്രിസ്ത്യൻ ഡോക്ടർ അന്നൊരു മറുപടി പറയാതെ തപ്പിയിട്ട് പറയാം എന്ന് മാത്രം അറിയിച്ചു. പിറ്റേന്ന് അദ്ദേഹം ചെന്ന് പറഞ്ഞു, സർ, ബൈബിൾ എഴുതുന്ന കാലത്തെ ബ്ലാക്ക് കില്ലർ പ്ലേഗ് ആയിരുന്നില്ല, മറ്റൊന്നായിരുന്നു. അന്നത്തെ ബ്ലാക്ക് കില്ലറിനെ അന്നവർ ലെപ്രസി എന്ന് വിളിച്ചിരുന്നു. They wanted to find out how many of you understand but only English. How many of you understand only English? My English? Can I see your hands? Brothers, I see a pocket where they understand only English. Kindly put your hands down. Thank you so much. I think I will put a translation. I will translate myself a few words, maybe somewhere in accordance with your membership over here. Okay, they have a slightly poor membership over today, so I may not be successful in translating every word, but I will give you the whole idea. Please bear with me. I will do it, then only I will sit down. Please bear with me for a few minutes. Okay, because let me have the flow initially to talk to them, and then I will get back to you, please. ഈ മനുഷ്യനെ കാർന്നു തിന്നുന്ന ഈ രോഗത്തിന് എന്തൊരു പ്രതിവിധിയുണ്ട്? അദ്ദേഹം പറഞ്ഞു, സർ, 100 വർഷങ്ങൾ ഈ ബൈബിൾ എഴുതുന്ന കാലഘട്ടത്തിൽ അന്ന് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ബ്ലാക്ക് കില്ലറിനെ ലെപ്രസി അഥവാ കുഷ്ഠരോഗം എന്ന് വിളിച്ചിരുന്നു. മറ്റ് ഒരു കരിങ്കൊലയാളിയെ അന്നത്തെ ലോകത്തിന് പരിചയമില്ലായിരുന്നു. ബൈബിളിൽ ആ കൊലയാളിയെ നേരിടുവാൻ, രോഗത്തെ നേരിടുവാൻ ഒരു പ്രതിവിധിയുണ്ട്. അതെങ്ങനെയാണ്? കുഷ്ഠം ബാധിച്ചവനെ മറ്റാരോടും കൂടെ പാർപ്പിക്കാതെ ഒറ്റയ്ക്ക് മാറ്റി പാർപ്പിക്കുക. അങ്ങനെ ഒരു പുതിയ ആശയം ഈ ക്രിസ്ത്യൻ സയന്റിസ്റ്റ്, ക്രിസ്ത്യൻ ഡോക്ടർ മറ്റുള്ളവർക്ക് കൊടുത്തു. അതൊന്ന് ശ്രമിച്ചു നോക്കുവാൻ ചിലർ ചേർന്ന് തീരുമാനിച്ചു. അങ്ങനെ ജർമ്മനിയിൽ, ഇന്നേക്ക് 100 വർഷങ്ങൾക്ക് താഴെയായുള്ളൂ ജർമ്മനിയിൽ, ഭൂലോക ചരിത്രത്തിലെ 1ാമത്തെ ഐസൊലേഷൻ വാർഡ് ആരംഭിച്ചു. ഇന്ന് ആശുപത്രികളിൽ ജോലി ചെയ്യുന്നവരും മെഡിക്കലിൻ്റെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്നവരുമായ എൻ്റെ വിദ്യാർത്ഥികൾക്ക് നന്നായി മനസ്സിലാകും, ഭൂലോകത്തിൽ ആദ്യത്തെ ഐസൊലേഷൻ വാർഡ് ആരംഭിച്ചു. പ്ലേഗ് രോഗം ബാധിച്ചവരെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. അത്ഭുതം, 10 ദിവസത്തിനകം പ്ലേഗ് കൺട്രോളിലായി. മനുഷ്യന് വേണ്ടി എഴുതി ഉണ്ടാക്കിയ മാനുവൽ എന്നതിനെ മുദ്ര കുത്തേണ്ടതായി വന്നു. ഇന്നത്തെ തലമുറയിലേക്ക് തിരിഞ്ഞു നോക്കാം. മാനവവർഗത്തെ ഇന്ന് കൊന്നുകൊണ്ടിരിക്കുന്നതിലെ ഏറ്റവും പ്രധാന കരിങ്കൊലയാളി HIV പോസിറ്റീവാണ്. ഏതെങ്കിലും മാർഗമുണ്ടോ? മനുഷ്യന്റെ മാനുവൽ മാത്രം പറയും, ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ, ഇതല്ലാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു മാർഗമില്ല. ഞാനിതൊരു മാനുവലാണ്, ഹ്യൂമൻ മാനുവലായി ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി എഴുതി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതിനകത്ത് ചില ഗൗരവമേറിയ കാര്യങ്ങൾ പറയുന്നതിനെ ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അതിവേഗത്തിൽ തന്ന ശേഷം മാറിയിരിക്കുവാനാണ് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. ഞാൻ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് വേണ്ടി പറയട്ടെ. To the English speaking category, let me come with the conclusion what I have come so far. I'm taking it step by step. You see, today you have seen a skit in which many things became meaningful because that was all actions that were shown but not in words, because the language became a barrier for the words. Well, in the action they have shown the different habits that come to people, and finally they are grabbed into the eternal hell. I was coming with my personal testimony. I had been an Air Force staff for 18 years. I came with a very little education to the Indian Air Force, maybe with a class 10, and there were people like me with class 10, 12 and so on, with a lower level of education. Some of them, they have spent all their time and money for smokes, and they became wonderful smokers. Some of them, they have spent money for drinks and various type of drinks. They are beautiful drunkard people today. They lie down all around the drainage. Some among us have utilized their time for higher studies, and many of us became engineers, and some became even the IAS senior administrative officers. It depends on how you spend your time, you shall be rewarded, and how you show your attitude towards the world will react upon you similarly.
Secondly, I came out with an example that I have a small pen in my right hand which cost approximately 10 Indian rupees, and I do not have a manual along with this. On the other hand, I have a microphone in my left hand which cost a little about 2,000 rupees, and it do have a manual. Why a manual is printed for anything that is expensive? Because one should know how can we make use ourselves. The human being are the most precious in the whole of the world, and God Almighty, while creating us, has decided to publish a manual along with the human being, which is made reachable to you and me. It's in the black print color today, and that's called the Bible. It's a human manual to me. How do I establish that it is a human manual? Two of the incidents are quoted. Number one incident I quoted is that I quoted a medical doctor who brought this information to me for the first time. He said around 100 years back, there had been a disease called plague, and scientists called him a black killer because he was a black killer, killing thousands of people on each day. And the world was interested in finding some remedy for the disease called plague, the then black killer. They failed, utterly failed. Day after day, they had been spending dollars in millions, and scientists in hundreds had been wasting their time for no avail. One day, to tease with one another, a non-Christian, atheist scientist asked a question to a Christian scientist who had been experimenting along with him, and said, "You claim that the Bible become the manual for the human being. If so, bring some remedy from the Bible so that the human can be helped at this time." The Christian doctor kept quiet for some time, but on the next day he came back and said, during the time of the Bible when it was being written, there was no such a disease called plague, but the then black killer was the leprosy. Well, that was the only black killer during those days. And the Bible gave a solution for the leprosy. It said if a person is affected by leprosy, that person need to be isolated from others. He should not have any more communication with others. He is left alone. Well, we will experiment the same, the scientists decided. And for the first time in the human history, according to the medical doctors, around 100 years back in Germany, a hospital started with a new thing called isolation ward. Today in almost every hospital you see isolation ward which has got a history of less than 100 years. In Germany, they took one hospital and made an isolation ward, and they kept the people those who are affected by those viruses into the isolation ward. To the utter surprise of the scientific community, within 10 days plague was brought into control. It proved that the Bible is a manual for the human being. Dr. Murali once again said, in today's application, the black killer as on today is HIV positive. My age doesn't permit much more to be explained, and your educational level doesn't demand anything more to be spoken about it, for everybody understand it and everybody know what I am talking about. It's a tremendous danger before the people today, and the question is asked from every corner, is there a solution? Only the human manual called the Bible bring out a solution. Let each man have his own wife, and let every lady have her own husband, according to the Bible, the holy relation that will keep the HIV positive away from humanity and will save it. This establishes that the Bible is the book written for the human being. It's a human manual that you can lead the best possible life, and you can make the best out of your life provided you follow this. Now let me talk in Malayalam and then in English. What do the Bible talk about us, and what should we do? വേദപുസ്തകം മനുഷ്യനെ കുറിച്ച് എന്ത് പറയുന്നു? ബൈബിൾ തിരുവചനം മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്ത് എന്ന് നോക്കാം. ബൈബിൾ പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു.
എല്ലാവരും പാപം ചെയ്തു. എങ്ങനെ? ആദിമ പിതാവായ ഒരുവനിൽ നിന്ന് പാപത്തിന്റെ ശാഖകൾ സകലരിലേക്കും പൊട്ടി വ്യാപരിച്ചതിനാൽ എല്ലാവരും പാപം ചെയ്തു, ഒരുപോലെ ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. രണ്ട് രാജ്യത്തെ ആളുകൾ തമ്മിൽ പലതിലും വ്യത്യാസമുണ്ട്. രണ്ട് കുടുംബത്തിലെ ആളുകൾ തമ്മിൽ ചിലതിലെല്ലാം വ്യത്യാസമുണ്ട്. ഉപയോഗിക്കുന്ന ഭാഷാ ശൈലി, ഭക്ഷിക്കുന്ന ആഹാരം, ധരിക്കുന്ന വസ്ത്രം എന്നിങ്ങനെ പലതിലും ഒരു മനുഷ്യൻ ഇതര മനുഷ്യനേക്കാൾ വ്യത്യസ്തനാണ്. എന്നാൽ ഭൂമിയിൽ എങ്ങും വ്യത്യാസമില്ലാത്ത ചില കാര്യങ്ങൾ മാത്രമുണ്ട്. ഒന്ന്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു, ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായി മാറി. രണ്ട്, ഒരു വ്യത്യാസവുമില്ല, ഒരിക്കൽ നാം എല്ലാവരും ജനിച്ചു. മൂന്ന്, ഒരു വ്യത്യാസവുമില്ല, ഒരിക്കൽ നാം എല്ലാവരും മരിക്കും. നാല്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും ദൈവിക നീതി ന്യായ കോടതിയുടെ മുൻപാകെ അവരവരുടെ ജീവിതത്തിന്റെ അക്കൗണ്ട് തുറന്നു കാണിച്ചേ മതിയാകും. ബൈബിൾ വളരെ വിശിഷ്ടമായി അക്കാര്യത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. നാം നമ്മുടെ ജീവിതത്തിന്റെ അക്കൗണ്ട് ദൈവസന്നിധിയിൽ കൊടുത്തേ മതിയാകൂ. നമുക്ക് ലഭിച്ച സമയങ്ങൾ, അവസരങ്ങൾ, അവസ്ഥകൾ എന്നിവയ്ക്കെല്ലാം നാം കണക്ക് ബോധിപ്പിച്ചേ മതിയാകൂ. അങ്ങനെ കണക്ക് ബോധിപ്പിക്കുവാൻ ഒരു ദിവസം നാം ദൈവസന്നിധിയിൽ ആബാലവൃദ്ധം ജനങ്ങൾ ഒരുമിച്ച് നിൽക്കും. ബൈബിൾ പറയുന്നത് നിർജീവ പദാർത്ഥങ്ങൾ എന്ന് നമുക്ക് തോന്നുന്ന എല്ലാത്തിനും തന്നെ ഇന്ന് കാണുന്ന സംഭവങ്ങൾ റെക്കോർഡ് ചെയ്യുവാനുള്ള കഴിവുണ്ട്. ദൈവം ഇവയെ തിരികെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കും. ബൈബിൾ പറയുന്നു, മീതെ ആകാശത്തെയും താഴെ ഭൂമിയെയും അന്തിമ ന്യായവിധിയുടെ ദിവസത്തിൽ സാക്ഷികളായി ദൈവം വിളിച്ചു നിർത്തും. ഇന്ന് നാം ഇരിക്കുന്ന ഈ കൊച്ചു കെട്ടിടത്തിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഇരുമ്പ് പൈപ്പുകളും ഇതിന്റെ മുകളിലിരിക്കുന്ന ഷീറ്റുകളും താഴത്തെ കസേരയും കാർപ്പറ്റും എൻ്റെ കയ്യിലെ മൈക്രോഫോണും സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയാണ്. ഞാനൊരു കൊച്ചു അനുഭവം നിങ്ങളുടെ മുമ്പിൽ വേഗത്തിൽ കൊണ്ടുവരാം. 1975 എൻ്റെ ഉപരിപഠനത്തിന് വേണ്ടി ഭാരതത്തിന്റെ ഗവൺമെന്റ് എന്നെ അമേരിക്കയിലേക്ക് അയച്ചിരുന്നു. അവിടെ എൻ്റെ ഇലക്ട്രോണിക്സിൽ ഒരു അല്പം ഉപരിപഠനം ലഭിച്ചത് ചെയ്തുകൊണ്ടിരിക്കവേ WJ വാട്കിൻ ജോൺസൺ എന്ന ഒരു കമ്പനിയുടെ ഫാക്ടറിയും അതിൻ്റെ കമ്പനിയും അതിൻ്റെ സ്റ്റോർ ഹൗസും മറ്റും അവരുടെ ലബോറട്ടറിയും മറ്റുമുള്ള ഒരു കോംപ്ലക്സിൽ എൻ്റെ എനിക്ക് ട്രെയിനിങ് ലഭിച്ചുകൊണ്ടിരിക്കവേ ഞങ്ങളൊരു കാര്യം കണ്ടുപിടിച്ചു. ഇന്ത്യയിൽ നിന്ന് ചെന്ന ഞങ്ങളൊരു കാര്യം കണ്ടുപിടിച്ചു. വിയറ്റ്നാമിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ, അന്ന് 1975 ചരിത്രമാണ് ഞാൻ തുടങ്ങുന്നത്, 35 വർഷങ്ങൾക്ക് പുറകിൽ വിയറ്റ്നാമിൽ നടന്ന യുദ്ധത്തിൽ റഷ്യയിൽ നിർമ്മിച്ചതും റഷ്യക്കാർ കൊണ്ട് പൊട്ടിച്ചതുമായ വിയറ്റ്നാമിൽ പൊട്ടിയ ബോംബിന്റെ സ്പ്ലിൻഡറുകൾ ടണ്ണ് കണക്കിന് വിയറ്റ്നാമിൽ നിന്ന് വാരി കണ്ട് അമേരിക്കയിൽ കൊണ്ട് സൂക്ഷിച്ചിരിക്കുന്നു. അമേരിക്കൻ പോലീസ് ഉൾപ്പെടെ അതിന് കാവൽ നിൽക്കുകയാണ്. എന്താ ഇത്? ഏക്കറുകൾ കണക്ക് സ്ഥലത്തിന് ബോംബിന്റെ സ്പ്ലിൻഡറുകൾ കൊണ്ട് ഇട്ടിരിക്കുന്നു. ബോംബിന്റെ ഔട്ടർ കവർ ഉണ്ടാക്കുന്നത് ഒരെണ്ണം താണ ഇരുമ്പ് കൊണ്ടാണ്. അത് ഒരിക്കൽ മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല. പൊട്ടിത്തെറിച്ചാൽ പിന്നെ ചോദിക്കാനില്ല. ഇത് ബോംബിന്റെ പ്രഷറിൽ പൊട്ടിത്തെറിച്ച ഈ ഇരുമ്പിന്റെ കഷണങ്ങൾക്ക് എന്തിനിവിടെ കൊണ്ട് കൂട്ടിയിരിക്കുന്നു? ഇത് വാരിക്കൊണ്ട് വരുവാനുള്ള ചുമട്ടുകൂലിയും ലേബർ ചാർജും എത്രയായിരം $ആകും. ഞങ്ങൾ അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആവർത്തിക്കട്ടെ. പണ്ടൊരു കാലത്ത് ഈ ബോംബ് റഷ്യയുടെ മിലിറ്ററി ക്യാമ്പിൽ ഇരുന്ന കാരണത്താൽ അന്ന് റഷ്യൻ മിലിറ്ററി ക്യാമ്പിൽ ഉണ്ടായ ഇലക്ട്രോമാഗ്നറ്റിക് പ്രൊപ്പാഗേഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇതിനെ സ്പർശിച്ചിട്ടുണ്ട്. ഇതിനെ തഴുകിയാണ് ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പോയത്. ദൈവ സൃഷ്ടിയുടെ ഭാഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്തതിനെ തഴുകിപ്പോയാലും അതിലൊരു ഭാഗം റെക്കോർഡ് ചെയ്ത് വെക്കുവാൻ ഭൂമിയിലെ സകല മെറ്റീരിയലിനും കഴിയും. അന്ന് അതിനകത്ത് അതിനെ തഴുകിപ്പോയ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ നിന്ന് ഒരു ചെറിയ ഭാഗം ഈ മെറ്റാലിക് ഭാഗങ്ങൾ അബ്സോർവ് ചെയ്തിട്ടുണ്ട്. ഹയർ വെലോസിറ്റിയിൽ, ഹൈ ടെമ്പറേച്ചറിൽ, ഹൈ പ്രഷറിൽ വിയറ്റ്നാമിൽ വന്ന് പൊട്ടിത്തെറിച്ചപ്പോൾ അതിൽ ഒത്തിരി നഷ്ടമായെങ്കിലും ദൈവ സൃഷ്ടിയുടെ ഭാഗമാണ് സൂക്ഷിച്ചു വെക്കുവാനുള്ള ഒരു കഴിവ്. അങ്ങനെ ഇതിലെ ഒരു ഭാഗമെങ്കിലും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇത് സൂക്ഷിച്ചിട്ടുണ്ട്. ചില പ്രത്യേക ടെമ്പറേച്ചറിൽ ചില പ്രത്യേക രാസപദാർത്ഥങ്ങളുമായി ചേർത്ത് ഈ സ്പ്ലിൻഡറുകളെ ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിൽ അന്തർലീനമായിരിക്കുന്ന, അത് അബ്സോർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് തിരികെ അത് റേഡിയേറ്റ് ചെയ്യുകയും അത് പിടിച്ചെടുത്താൽ അന്ന് വരെ റഷ്യൻ മിലിറ്ററിക്കുള്ള ശാസ്ത്രീയ വളർച്ച എത്രയുമെന്ന് കണ്ടുപിടിക്കുവാൻ കഴിയുകയും അതിൻ്റെ കൗണ്ടർ മെഷർ വെപ്പൺസ് ഞങ്ങൾക്കുണ്ടാക്കുകയും ചെയ്യുവാൻ കഴിയും. ഇതാണ് ഒരു പൊട്ടിത്തെറിച്ച ബോംബിന്റെ സ്പ്ലിൻഡറിന്റെ കഥയെങ്കിൽ ഇന്ന് പകൽ ഇതിനകത്തിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് കസേരകളും ഞാനും നിങ്ങളും ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും നമുക്കെതിരെ സാക്ഷ്യം പറവാൻ ദൈവം മുമ്പിൽ വന്നു നിൽക്കുമെന്ന തിരുവചനത്തിലെ ഹ്യൂമൻ മാനുവലിലെ റെക്കോർഡിംഗ് ശ്രദ്ധിക്കുവാൻ ഞാൻ ഓർപ്പിക്കുന്നു.
തീർന്നു. യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു, ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. രണ്ടാമത്തെ പ്രത്യേകത ബൈബിൾ പറയുന്നു, എല്ലാ മനുഷ്യന്റെയും പാപത്തിൽ നിന്ന് അവനെ വിടുവിക്കേണ്ടതിനു വേണ്ടി സൗജന്യമായി മാനവവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി പാപമില്ലാത്ത രക്തം ചിന്തിയ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം തരുവാൻ കഴിയുകയുള്ളൂ. ഒരു പക്ഷെങ്കിൽ എന്നെ മനസ്സിലാക്കാത്ത ചിലരിവിടെയുണ്ട്. പക്ഷെ ഭാരതീയരായി ജനിച്ച എനിക്കും നിങ്ങൾക്ക് മറക്കുവാനൊക്കാത്ത ഒരു പ്രത്യേകതയുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അടിമത്വത്തിൽ പണ്ടൊരു കാലത്ത് കിടന്നിരുന്നതായ എനിക്കും നിങ്ങൾക്കും ഒരു ഓഗസ്റ്റ് 15-ാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ഒരു ജനുവരി 26-ാം തീയതി ഇതിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തതിൻ്റെ ഓർമ്മ ദിവസമാണ് ഇന്ന് നാം ഒരുമിച്ച് കൂടിയത് എന്ന് മറക്കരുത്. ഇതുപോലെ തന്നെ മാനവവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ രക്തം ചിന്തിയ യേശുവിന്റെ കാൽവറി യാഗം ഏതു പാപിയെയും സ്വതന്ത്രമായി വിട്ടയക്കുവാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ട നാളും ഇന്ന് ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക്കായി ഞാനും നിങ്ങളും നമുക്ക് വേണ്ടി നമ്മുടെ പിതാക്കന്മാരും അംഗീകരിച്ചതുപോലെ യേശുവേ, ആ പാപപരിഹാര ബലിയുടെ ഫലമായി ഞാനും ഒരു ദൈവ പൈതലാകേണ്ടതിന് എന്നെ തന്നെ തിരുസന്നിധിയിൽ വിട്ടുതരുന്നു എന്ന് പറഞ്ഞ് എൻ്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു സുദിനമല്ലേ ഇന്നത്തെ ദിവസമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. I have established that the Bible became the manual of the human being. If so, the Bible gives some important statements. Number one, it says there is no difference, that everyone committed sin and came short of the glory of God. There are differences between men of different nations, even between the members of different families. There are differences, but there are few things which doesn't have any difference across the globe. And number one, there is no difference, that everyone came short of the glory of God, because a sin entereth into each of us from the first man Adam, and we all are labeled as sinners. Number two, for the remission of sin of the whole humanity, it is Jesus and Jesus alone who has shed his precious blood, the blood without any sin, and that sinless blood is shed for you, and he said on the cross, look unto me and receive your salvation. There is no difference, that everyone committed sin and came short of the glory of God. Number two, there is no difference, we are all born once. Number three, there is no difference, each one of us we shall die. Number four, there is no difference, we shall all stand before the judgment seat of God and shall give an account. You know, accountability become important, and anything that is around us, any material, any substance, it can give a witness against us according to the Bible, according to the human manual, and that will bear record even for this particular incident. Those brothers, those who are guests to us, born out of India, away from India, you know, today is a precious day for every Indians like me and many others over here. You know, we were under the bondage of Britishers once upon a time. But praise the Lord, one day our forefathers fought together, and we got the freedom, the deliverance from Britishers. And that's why this day is being celebrated. Yeah, it was on August 15, but on a January 26, our forefathers made the declaration that India will be an independent republic. Similarly, one day around 2000 years back, it was Jesus Christ of Nazareth who hung between the heaven and the earth, shedding the precious blood. You know, the speciality of the blood of Jesus is such that it is a sinless blood. It doesn't have sin. Well, today I don't know how far it is possible. Well, it may not be possible to the English-speaking category, but to the Malayalam-speaking category, we may have a small DVD published from here in Malayalam. Do we have enough copies today? Do we have enough copies of our DVD today? I need an answer from the media office. No. In his time. We don't have today. We have a special DVD published from here. It is in Malayalam. I'm sorry to involving the others to listen to this, called In His Time, in which I have shown the particles of blood of Jesus as found by the archaeologist, which was tested in the human laboratory, medical laboratory, and the laboratory came out with a result
that this blood is precious and different from all other blood. Any human blood do have 23 chromosomes from the father, as well the 23 chromosomes from the mother, united together as 23 pairs of chromosomes. But in that particular blood, which was found a few years back by the excavations, they tested in the laboratory, and the platelets they have, the sample platelets they have already published, which says this blood do not contain a male part of it. It is without a combination of a male part. A blood that is precious, a blood that is spotless, a blood that is sinless, was shed on the cross of Calvary to save the humanity. And this can be a January 26, like our forefathers declared, India is a republic. I was able to make a declaration that I am a child of God. You can make a declaration today that I am a child of God. I am no more under the condemnation of the punishment by God. Let me go into Malayalam, for I have not covered it so much. നമ്മുടെ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ രക്ഷിക്കുന്ന പുണ്യാഹ രക്തമെന്ന് ബൈബിൾ നമ്മെ വിളിച്ച് അറിയിക്കുന്നു. ഞാൻ ഒരു കാര്യം എടുത്തു പറഞ്ഞത്, ഇൻ ഹിസ് ടൈം എന്ന പേരിൽ ഞങ്ങൾ ഇവിടെ ഒരു DVD പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിശ്ചയമായും 30 രൂപ ഒരു DVDക്ക് വിലയുണ്ട്. ഇന്ന് അത് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് let me declare, even without consulting to anybody, take it for 25 rupees if you want to take today. Just today. It is exclusively for the students and not for anybody else. If anybody want to buy a DVD today, you can have it. It talks about the blood of Jesus Christ. യേശു ക്രിസ്തുവിന്റെ രക്തത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു DVD ആണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാർ ഭൂമിയുടെ അധോഭാഗം കുഴിച്ചു വരുമ്പോൾ യേശു ക്രൂശിക്കപ്പെട്ട ഇടത്ത് യേശുവിന്റെ രക്തം ഒഴുകിക്കിടന്നതും ആ രക്തത്തിന്റെ ഭാഗങ്ങളും അവർക്ക് കണ്ടുകിട്ടുകയുണ്ടായി. അവർക്ക് കണ്ടുകിട്ടിയ രക്തത്തിന്റെ ഭാഗങ്ങൾ മെഡിക്കൽ ലബോറട്ടറിയിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യിക്കുവാൻ ദൈവം അവർക്ക് പ്രേരണ നൽകുകയും അത് മെഡിക്കൽ ലബോറട്ടറിയിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയ റിസൾട്ടും ചേർത്ത് അതിന്റെ പിക്ചേഴ്സ് ചേർത്ത് ഞങ്ങൾ പ്രസിദ്ധീകരിച്ച ഒരു DVDയുടെ ചില കോപ്പികൾ ഇന്നിവിടെ കാണും. ഒരു പക്ഷേ ഇന്ന് തീർന്നു പോയാൽ അടുത്ത ദിവസം ഇത് ഓർഡർ ചെയ്യുന്നവർക്ക് ഇത് ചെയ്തു കൊടുക്കുവാൻ കഴിയും. ഞാൻ എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്, യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത അത് പാപമില്ലാത്ത രക്തമാണ്. നരമേധവും ഗോമേധവും വ്യത്യസ്ത ജീവികളെ കൊന്നും അവസാനം മനുഷ്യനെ വരെ കൊന്നും ബലി നടത്തി തകർന്ന മാനവവർഗത്ത് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പാപമില്ലാത്ത രക്തം ചിന്തി പാപം മോചിക്കുന്ന ദൈവത്തിന്റെ ദിവ്യ പ്രമാണത്തെ ഈ മാനുവൽ വരച്ചു കാട്ടി. അത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. പണ്ടൊരിക്കൽ നമ്മുടെ പിതാക്കന്മാർ ഭാരതം ഒരു റിപ്പബ്ലിക് ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചതുപോലെ, സ്വതന്ത്രമായിരിക്കുന്ന രാജ്യമെന്ന് പ്രഖ്യാപിച്ചതുപോലെ, സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നമേ തന്നെ ഞങ്ങൾ സ്വതന്ത്രരാകുമെന്ന് പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഇന്ന് ദൈവത്തിന്റെ തിരുഹിതമനുസരിപ്പാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ വഞ്ചിക്കുന്ന ലോകത്തിന്റെ, ചതിക്കുന്ന ലോകത്തിന്റെ ചതിമോഹങ്ങളിൽ നിന്നും എന്നെ വിടുവിപ്പാൻ കഴിയുന്ന യേശുവിന്റെ രക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നതിനാൽ ഞാൻ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമുള്ളവൾ എന്ന് പ്രഖ്യാപിക്കുവാൻ ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരു അനുമതിയുണ്ട്, ഒരു അവകാശമുണ്ട് എന്ന് ഞാൻ കർത്താവിൽ ഓർപ്പിക്കട്ടെ. ഒരു പദം കൂടെ പറഞ്ഞ്, ഒരാശയം കൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ രക്തത്തോട് പലരും കാണിച്ച സമീപനങ്ങൾ തിരുവചനം രേഖപ്പെടുത്തുന്നു. ഒന്ന്, യേശുവിന്റെ ക്രൂശീകരണത്തിന്റെ സമയത്ത് തന്നെ ക്രൂശീകരണത്തിന് വേണ്ടി വിട്ടുകൊടുത്ത പീലാത്തോസ് എന്ന റോമൻ ഗവൺമെന്റിന്റെ ഗവർണർ, പീലാത്തോസ് എന്ന റോമൻ ഗവൺമെന്റിന്റെ ഗവർണർ, അദ്ദേഹം അന്നത്തെ പ്രധാന ന്യായകർത്താവും അല്ലെങ്കിൽ അന്നത്തെ കോടതിയുടെ ജഡ്ജും അതേസമയം ഗവർണറുമായിരുന്നു. യേശു പാപമില്ലാത്തവനാണെന്ന് തർക്കങ്ങളിൽ തെളിഞ്ഞതോടുകൂടെ, തെളിവുകൾ തന്റെ പാപം തെളിയിക്കുവാൻ ഇല്ലാതെ വന്നതോടെ പീലാത്തോസ് ജനം കാണുക പച്ചവെള്ളം എടുത്തു, തന്റെ കൈ കഴുകിയിട്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, നിങ്ങൾ നോക്കിക്കൊള്ളുക. തന്നെ കൊന്നുകളവാൻ തീരുമാനിച്ച യഹൂദ മതത്തിന് യേശുവിനെ വിട്ടുകൊടുത്ത ശേഷം ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പീലാത്തോസ് പ്രഖ്യാപിച്ചു. നമ്മിലും ചിലർ ഈ കേൾക്കുന്നതൊക്കെ കേട്ടോട്ടെ, എനിക്കതിൽ പങ്കില്ലെന്ന് പറഞ്ഞേക്കാം. പീലാത്തോസും ചെയ്തത് അതാണ്. പക്ഷേ പീലാത്തോസിന്റെ അന്ത്യം റോമൻ ഗവൺമെന്റിന്റെ ചരിത്രം പറയുന്നത്, റോമക്കാരുടെ ചരിത്രം പറയുന്നത്,
അദ്ദേഹം മാനസിക രോഗിയായി മാറി. വെള്ളം കാണുന്നിടത്തൊക്കെ വെള്ളമെടുത്ത് കയ്യിൽ രക്തം 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 എന്ന് പറഞ്ഞ് കൈ കഴുകി ആഹാരം കൊടുക്കുന്നിടത്ത് ഭക്ഷിക്കുവാൻ നിവൃത്തിയില്ലാതെ ആഹാരത്തിൽ രക്തം രക്തം എന്ന് പറഞ്ഞ് ഒരു ഭ്രാന്തനായി പീലാത്തോസ് മരിച്ചു. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെടുവാൻ പീലാത്തോസിന് കഴിഞ്ഞില്ല. 2, യഹൂദ ജാതി അവന്റെ പ്രമാണികൾ ചേർന്ന് യേശുവിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വരട്ടെ എന്ന് അലറി വിളിച്ചു. ലോക ചരിത്രം പറയുന്നു, യഹൂദനെ പോലെ ഈ ലോകത്തിൽ പ്രയാസം സഹിച്ച രണ്ടാമതൊരു ജാതി ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ ഭൂലോകത്തിൽ വിറ്റിട്ടുള്ളതിലേക്കും ഏറ്റവും വില കുറച്ച് വിറ്റിട്ടുള്ള സോപ്പ്, യഹൂദ കുമാരന്മാരെ യഹൂദ കുമാരികളെ കൊന്ന് അവരുടെ ശരീരത്തിൽ നിന്ന് കൊഴുപ്പ് വലിച്ചെടുത്ത് ആ കൊഴുപ്പ് കൊണ്ടുണ്ടാക്കിയ ബാർ സോപ്പാണ് ഈ ഭൂമിയിൽ ഏറ്റവും വില കുറച്ച് വിറ്റിട്ടുള്ള സോപ്പ്. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെന്ന് പറഞ്ഞതാ. 6 ലക്ഷം യഹൂദനെ ഒരുമിച്ച് കൊന്ന സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് ആ രാജ്യം ഇന്നും അനുഭവിക്കുന്ന ദുരിതങ്ങൾ കാണുവാൻ ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. ഞാനത് നന്നായി ഓർക്കുന്നു. ഈ ലോക ചരിത്രത്തിൽ ഇന്ന് വരെ വിറ്റിട്ടുള്ള വളത്തിൽ ഏറ്റവും വില കുറഞ്ഞ് വിറ്റിട്ടുള്ള വളം യഹൂദന്റെ അസ്ഥി പൊടിച്ച എല്ലുപൊടിയായിരുന്നു, യഹൂദന്റെ മാംസം അളിഞ്ഞ കമ്പോസ്റ്റ് വളമായിരുന്നു എന്ന് മറക്കരുത്. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെന്ന് പറഞ്ഞത് ശരിക്കും അവരുടെ മേൽ വന്നു. ലോക ജാതികളുടെ കൂട്ടത്തിൽ ഇത്രയും തകർക്കപ്പെട്ട ഒരു ജാതി മറ്റില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയട്ടെ. എൻ്റെ സദസ് അത്ര യോഗ്യമല്ലാത്തത് കൊണ്ട് അതിനേക്കാൾ ഉപരി ആഴത്തിൽ പോകുന്നില്ല. പിടിക്കപ്പെട്ട യഹൂദ പെൺകുട്ടികളെ നിർബന്ധമായി ജർമ്മൻകാരുടെ സോൾജിയേഴ്സ് വഷളാക്കി ഗർഭിണികളായി തീർന്ന പെൺകുട്ടികളെ ഒരു തുള്ളി മരുന്ന് കൊടുക്കാതെ, ശരീരത്തൊരു ഇഞ്ചക്ഷൻ കൊടുക്കാതെ പച്ചയ്ക്ക് വച്ച കട്ടിലിലേക്ക് വെച്ച് കെട്ടി അവരുടെ വയറ് പിളർന്നാണ് അമ്മയുടെ ഉള്ളിൽ ഒരു കുഞ്ഞിനുണ്ടാകുന്ന വളർച്ച എന്തെന്ന് ശാസ്ത്രത്തിന് മുതൽക്കൂട്ടായി കണ്ടുപിടിച്ചതെന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ യഹൂദൻ അനുഭവിച്ച വേദനയുടെ പാടുകൾ മറക്കാനാകാതെ നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞു കിട്ടട്ടെ. മറക്കരുതേ, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വരട്ടെ. അത് നിസ്സാരമെന്ന് പറഞ്ഞാൽ മാറുന്നതല്ല. പീലാത്തോസ് വിളിച്ചു പറഞ്ഞു, എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല. ഇല്ല പീലാത്തോസ്, നിനക്ക് പങ്കുണ്ടായി. യഹൂദന്റെ നേതാക്കന്മാർ പറഞ്ഞു, ഞങ്ങളുടെ മേൽ വരട്ടെ. നേതാക്കന്മാരെ, നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ കട്ടിയാ. പക്ഷേ ഇന്നിവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന എനിക്കും എന്നെപ്പോലെ ജനകോടികൾ കഴിഞ്ഞ തലമുറകളിൽ ജനിച്ച് മരിച്ചവരും ജീവനോടിരിക്കുന്നവരും ഞങ്ങൾക്കൊരു കാര്യം പറവാനുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ഞങ്ങളെ രക്ഷിച്ച രക്തമാണ്, ഇന്നും രക്ഷിക്കുന്ന രക്തമാണ്. ഇന്ന് പകല രക്തവുമായി നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? Let me go into the English for the English speaking, for the benefit of the English speaking category. You know, at the time of the death of Jesus, he got ascended on the cross and said, look unto me and receive your salvation. Just before his crucifixion, it was Pilate, the governor of Roman government, who washed his hand and said, I have nothing to do with this blood. But unfortunately, though he stated and confessed and left around, no, the history did not left him. The history say he became a mental case. He became crazy. Wherever he found blood, wherever he found water, he had been washing his hands and telling, blood on my hand, blood on my hand, blood on my hand. It was not the blood but the guilt that he has earned by crucifying Jesus. Also, he had been not eating things. Wherever food was offered, he used to say, there is blood in it, blood in it, blood in it. Yes, he had to suffer the consequences of betraying this great blood. Let me come to the next incident. That is the Jewish leaders. They one day said that is a common blood, that has nothing special in it. If so, let us suffer the consequences. And they voluntarily left. The Jewish community suffered, and even today suffering because of the blood of Jesus. But on the other side, the Christians like you, Christians like me, millions and trillions, all those who are past in putting their faith and trust in Christ, we all together say, the blood of Jesus cleanses us from every sin and washes us from every sin. Well, today let me again come back in Malayalam. ഇന്ന് ഒരു പ്രാവശ്യം കൂടെ എന്നെ ശ്രദ്ധിക്കുന്നവരോട്, നമ്മുടെ പിതാക്കന്മാർ, പണ്ടൊരിക്കൽ ഭാരതീയ പിതാക്കന്മാർ ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയിരിക്കും എന്ന് വിശ്വാസത്താൽ പ്രഖ്യാപിച്ചതുപോലെ ഇന്ന് പകൽ പ്രഖ്യാപിക്കുവാൻ നിങ്ങളിൽ ചിലരുണ്ടായിരിക്കുമോ? You know, one day
our Indian leaders, they gathered together and they declared that India is a republic. Similarly today, some of us, we are going to make a declaration. I am a child of God. I am no more ruled by the surroundings. I am already, I am under the influence of the power of the Holy Spirit, and so is His atmosphere. I want to give you an open chance. ഇന്നൊരു തുറന്ന അവസരം എൻ്റെ മുൻപിൽ വന്നവർക്ക് കൊടുത്തുകൊണ്ട് ഇവിടെ നിന്ന് ഇരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ജനുവരി 26 പ്രോഗ്രാമുകളിലൂടെ നാം തുടരുകയാണ്. ഇന്നിവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ദൈവമായി നൽകിയ സുവർണ്ണ അവസരമാണിത് എന്ന് ഞാൻ കർത്താവിൽ അഷ്വർ ചെയ്തുകൊണ്ട് ഇവിടെ വരുവാൻ നിങ്ങൾ എടുത്ത ബുദ്ധിമുട്ടിനും നിങ്ങളുടെ സമയം ചെലവഴിച്ചിവിടെ വന്നതിലും നിങ്ങളോട് നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ അവസരം തുറന്നു വയ്ക്കട്ടെ. ദയവായി അടുത്ത 30-40 സെക്കൻഡുകൾ കണ്ണുകൾ അടയ്ക്കുവാൻ ഞാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. എൻ്റെ ദൈവവും എൻ്റെ രാജാവുമേ, ഈ കുഞ്ഞുങ്ങളെ ഞാൻ യേശുവിൻ്റെ ധന്യനാമത്തിൽ സമർത്ഥമായി അനുഗ്രഹിക്കുന്നു. തുടർന്നുള്ള ചില സെക്കൻഡുകൾ ദൈവം അവരോട് ഇടപെടുവാൻ തൃക്കരങ്ങളിലേക്ക് ഞാൻ അവരെ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ അന്തരീക്ഷത്തെ നിയന്ത്രിക്കണമേ, അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. എല്ലാ കണ്ണുകളും അടച്ചിരിക്കുമ്പോൾ ഞാനും എൻ്റെ യേശുവും തമ്മിലൊരു ബന്ധമുണ്ടാകുവാൻ പോകുകയാണ്. ഇങ്ങോട്ട് വന്നതുപോലെയല്ല, ഞാനൊരു ഒരു നവീനതയിലേക്ക് കടക്കുവാൻ പോകുകയാണ്. ഞാനും യേശുവും കൂടെ ഒരുമിച്ച് നടക്കുവാൻ, എൻ്റെ പാപത്തിൻ്റെ പങ്കുലതകൾ കഴുകുവാൻ കഴിവുള്ള യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ മറവിൽ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നുവെന്ന് പറയുവാൻ ഇന്നാരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഒരു കരം ഉയർത്തുവാൻ ഞാൻ കർത്താവിൽ ആവശ്യപ്പെടുകയാണ്. ആരുണ്ട് ഇന്ന് പകൽ യേശുവുമായി ഒരു ബന്ധവുമായി ഇവിടുന്ന് പോകുവാൻ ആഗ്രഹിക്കുന്നവർ? അങ്ങനെയുള്ളവർ ഒരു കരം ദയവായി വ്യക്തമായി ഉയർത്തുമെങ്കിൽ ഞാൻ പരസ്യമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആരുണ്ട്? ചില കരങ്ങൾ ഞാൻ കാണുന്നു, ഇനിയും ഞാൻ കരങ്ങൾ കാണുന്നു. ആ കരങ്ങൾ താഴ്ത്തിയിടാം. ഇനിയും ആരുണ്ട്? ഞാൻ എൻ്റെ ഇടത്തു ഭാഗത്തേക്ക് തിരിയട്ടെ. ഇനിയും ആരുണ്ട് ഇന്ന് പകൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ? ആ കരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കരങ്ങൾ താഴ്ത്തിയിട്ടാലും കുഞ്ഞുങ്ങളെ ആ കരങ്ങൾ താഴ്ത്തിയിടൂ. ഇനിയും ആരുണ്ട് ഒരു തീരുമാനമെടുക്കുവാൻ? ഇനിയും ആരുണ്ട് ഒരു തീരുമാനമെടുക്കുവാൻ? ഞാൻ എൻ്റെ ആ കരങ്ങൾക്കായി സ്തോത്രം. കരങ്ങൾ താഴ്ത്തിയിടാം. ഞാൻ എൻ്റെ വലത്തു ഭാഗത്തേക്ക് തിരിയട്ടെ. ആരുണ്ട് ഇന്നൊരു തീരുമാനമെടുക്കുവാൻ? അതേ കർത്താവേ, ഞാൻ യേശുവിനെ എനിക്ക് എന്നോടുകൂടെ പോകുവാൻ ക്ഷണിക്കുകയാണ്. അടിയനോടുകൂടെ വരണമേ എന്ന് പറയുവാൻ, ഞാൻ ഇന്ന് മുതൽ ഒരു ദൈവ പൈതലായിരിക്കുമെന്ന് പറയുവാൻ ആ പിൻപിൽ ഉയർന്ന കരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കരങ്ങൾ താഴ്ത്തിയിടാം. ഇനി ആരുണ്ട്? ഇനി ആരുണ്ട് ഇന്ന് പകൽ യേശുവുമായി ഒരു തീരുമാനമെടുക്കുവാൻ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ ഉയർന്ന കരങ്ങളുടെ ഉടമസ്ഥരെ ഞാൻ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, തിരുനാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. Father, I proclaim the holy name of thine. I pronounce thy blessing upon everyone, especially the people those who raised their hands in response to the altar call that was offered before them. I declare they are the children of the living God from this time, and I declare to the demonic world that you have no more right to come closer to these men and women of God. These children are precious in the sight of God, and it was a special occasion that the God Almighty has chosen for them, and they voluntarily choose to follow Jesus. Thereby, demonic kingdom, I say you are subjected under our authority, and I press you down. You have no right upon them. Father, I pray that they will be protected and safeguarded by the holy angels of thine. Blessed are these people. In Jesus' name I declare. Amen and amen. Let the choir help us in singing.